ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ പോർട്ട്ലാൻഡിൽ ഇരിക്കുമ്പോൾ സമയം 7:26 വൈകുന്നേരം. അതായത് നമ്മുടെ ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 8 മണി, രാവിലെ 8 മണിയായി കാണും. 8 മണി 8:05 കാണും. ഇന്നലെ എന്നെ വിനു, ഏഷ്യാനെറ്റിൽ നിന്ന് വിനു വി ജോൺ വിളിക്കുമ്പോൾ രാത്രി ഏതാണ്ട് ഇവിടെ 3 മണിയാണ്. ഞാൻ വലിയ ഉറക്കത്തിൽ കിടക്കാം. 2:45 3 മണിക്കാണ് വിളിച്ചുണർത്തി ആ ചർച്ചയിലൊന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ രാവിലെ 7:30 മണി അപ്പോൾ അവിടെ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കുള്ള ചർച്ചയിൽ ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച ഉണ്ടായ ആ മർദ്ദനം ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ചാണ് അവിടെ അധികം സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഞാൻ യാത്രയൊക്കെ, ഞങ്ങൾക്ക് ഒരുപാട് വലിയ ദൂരം യാത്രയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ബാക്കി മറ്റ് വിവരങ്ങളൊക്കെ ബാക്കി എനിക്ക് കിട്ടിയ മെസ്സേജുകളും എല്ലാം ഞാൻ കണ്ടു, എല്ലാം അറിയുന്നത്. അതായത് ഇതേപോലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായതുപോലെ ഏതാണ്ടൊരു സംഭവം, അതിലും ഗുരുതരമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് അവിടെ ശാരീരിക മർദ്ദനം മാത്രമായിരുന്നു എങ്കിൽ ഇവിടെ അതിലും വലിയ ഒരു മർദ്ദനത്തോടൊപ്പം ഒരു കൊള്ളയും കൂടെ ഉണ്ട്. അതാണ് നടക്കുന്നത്. അതായത് അവിടെ പട്ടിക്കാട് ലാലിസ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്, ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അത് നടത്തുന്നത് ശ്രീ ഔസേഫ് ആണ്. ഔസേഫ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. മുമ്പ് മറ്റേ ഗവൺമെൻറ് ഉദ്യോഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ രാജിവെച്ച് ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിന് ഇത് കൂടാതെ ഹൈപ്പർ മാർക്കറ്റും അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹോട്ടലിലെ ജീവനക്കാർക്കെതിരെ ഒരു പരാതി അതായത് അവിടെ പാലക്കാട് വണ്ടാഴി സ്വദേശിയായിട്ടുള്ള ഒരാൾ കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. എന്താ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളെ ഈ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചു എന്നാണ് പരാതി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് അവർ പറയുന്നില്ല. അതെന്തോ ആവട്ടെ, പോയിക്കോട്ടെ. ഏതായാലും അയാളും ചില്ലറക്കാരനോ കാറും ഒക്കെ ഉണ്ട്, ഒരു ബ്രസ കാറും ഒക്കെ ഓടിച്ചുകൊണ്ട് വന്ന ഒരാളാണ് അയാൾ. അപ്പോൾ അയാളുടെ പരാതി എന്ന് പറയുന്നത് അത് അയാളെ മർദ്ദിച്ചു അപ്പോൾ അയാളുടെ വായിൽ ചിക്കൻ കുത്തിക്കയറ്റി എന്നൊക്കെയാണ്. ഹോട്ടലിൽ ചിക്കൻ കൊടുത്തു, അതിന് കാശ് കൊടുത്ത് ചിക്കൻ വാങ്ങിച്ച് കഴിക്കണം, അത് കുത്തിക്കയറ്റി കൊടുക്കേണ്ട കാര്യം ഹോട്ടൽ ജീവനക്കാർക്കില്ല, അങ്ങനെ ഒരു പരാതി. ഏതായാലും ഉടനടി തന്നെ PM രതീഷ് എന്ന് പറയുന്ന SHO ആണ് അവിടെ ഉള്ളത്. അന്ന് ആ SHO അത് പോലീസുകാരും കൂടെ പോയി ഈ ഹോട്ടലിലെ മാനേജർ റോണി ജോണി എന്ന് പറയുന്ന ആളും, അത് ഡ്രൈവർ ലിതിൻ ഫിലിപ്പ്, മാനേജർ ഡ്രൈവറാണ് ലിതിൻ ഫിലിപ്പ്, അത് കൂടാതെ മറ്റ് 2 ജീവനക്കാർ, അവരെയും കൂടെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷൻ വന്നിട്ട് ഈ മാനേജറുടെ കരണത്ത് ഈ PM രതീഷ് എന്ന് പറയുന്ന SHO തുടരെ അടിക്കുന്നതാണ് നമുക്ക് ഈ വിഷ്വലിൽ കാണാൻ കിട്ടുന്നത്. അതേപോലെ ആ ഡ്രൈവർ അടുത്ത് നിൽപ്പുണ്ട്, അയാളുടെ ഈ ചെവി ചേർത്താണ് അയാളത് പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ, അടി കൊണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പിടിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്ന വിഷ്വലാണ്. കാണാത്തടത്തൊക്കെ വെച്ച് യവന്മാർ എന്ത് ചെയ്തെന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടൊപ്പം 5 പോലീസുകാരും ഉണ്ട് ഇവരെ ഉപദ്രവിക്കാൻ എന്ന് പറയുന്നു. അതിൽ ഒരു പോലീസുകാരൻ്റെ പേര് ജയേഷ് എന്നാണ് കേട്ടോ. അയാൾ അവിടുത്തെ അസിസ്റ്റന്റ്, അതായത് ഗ്രേഡ് ASI ആണ് ആ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ. അതേപോലെ തന്നെ മറ്റൊരാൾ മഹേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ്റെ പേരും ഇപ്പോൾ ഔസേഫ് പറയുന്നുണ്ട്, വെളിവാക്കുന്നുണ്ട്. ഇത് കഥയായിട്ട് നമ്മൾ കൂട്ടി വായിച്ചാലേ ഇത് മനസ്സിലാക്കും, ഇതിൻ്റെ പുറയിലുള്ള കൊള്ളയും കൂടെ. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഈ അടി മാത്രമല്ല, പിടിച്ചുപറിയും കൂടാണ് നടക്കുന്നത്. അപ്പോൾ ഇവരെ അടിച്ചതിന് ശേഷം ഈ വിവരം അന്വേഷിക്കാനായിട്ട് ഈ ഔസേപ്പിൻ്റെ മകൻ കേട്ടോ, അയാൾ പോൾ ജോസും കൂടെ അവിടെ വരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഇവരെ ഈ ജോലിക്കാരെയും ഈ മാനേജരെയും ഈ മകൻ പോൾ ജോസഫിനെയും കൂടെ പിടിച്ച് നേരെ അങ്ങ് ലോക്കപ്പിലിട്ടു. അവിടെ ഇട്ടങ്ങ് പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഔസേഫ് വന്നപ്പം പറയുന്നത്, എന്നിട്ട് ഇയാൾ ഔസേഫിൻ്റെ ഭാഷയിൽ ഈ PM രതീഷ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തനെ പോലെ, ഒരു മാനസിക രോഗിയായിട്ട് അവിടെ നടന്ന് ബഹളം ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. ഏവൻ്റെ ഹോട്ടൽ പൂട്ടിക്കണം, ഏവനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഹോട്ടൽ പൂട്ടിക്കാൻ ഇയാൾ ഹോട്ടൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അയാളുടെ ഹോട്ടൽ പൂട്ടാൻ അയാളൊരു വ്യവസായിയാണ്. അയാളുടെ ഹോട്ടൽ പൂട്ടിക്കാൻ എവനെന്താ അധികാരം? ഹോട്ടലിൽ എന്താ നടന്നേക്കുന്നത്? എന്നിട്ട് പറഞ്ഞു അപ്പം ഈ മർദ്ദനം ഏറ്റു എന്ന് പറയുന്ന പാലക്കാട് വണ്ടാഴി സ്വദേശിക്ക്
അയാൾക്ക് നഷ്ടപരിഹാരം ചോദിക്കുന്നത് അയാൾ ചോദിക്കുന്നത് കൊടുത്ത് നീ സെറ്റിൽ ചെയ്തോണം, എടുത്തു പറയാം, അല്ലേ നിന്റെ ഹോട്ടൽ പൂട്ടിക്കും, നിന്റെ മോനെയും ഈ മാനേജരെയും ഈ ജോലിക്കാരെയും എല്ലാം കൂടെ കോടതിഹാരാക്കും. ഈ വന്നേക്കുന്ന ഈ മർദ്ദനമേറ്റെന്ന് പറയുന്ന ആളിൻ്റെ മകനെന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവനാണ്. അവനെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് പോക്സോ കേസിൽപ്പെടുത്തും, പറഞ്ഞതാണ് പോക്സോ കേസിൽപ്പെടുത്തും. അത് കൂടാതെ കൊലക്കുറ്റത്തിന്, അതായത് വധശ്രമത്തിന് കേസെടുക്കും. കാരണം ഇവൻ്റെ തൊണ്ടയിൽ ചിക്കൻ കുത്തി കയറ്റി അവനെ കൊല്ലാൻ പോയെന്ന് കേട്ടോ. ഒരു വൃത്തികെട്ടവനാണ് അവനെന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും അങ്ങനെ ആവും ഇത് എന്ന് പറഞ്ഞു. അയാൾ നോക്കിയപ്പോൾ ശനിയാഴ്ചയാണിത്. കാരണം പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല, കോടതി പോലും മാർഗമില്ല. ഇതുകൊണ്ട് എന്നാൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഈ പോക്സോ കേസും അതുപോലെ ഈ വധശ്രമത്തിൻ്റെ കേസും കൂടെ 307 കൂടെ ഇട്ട് കൊണ്ട് എന്നാൽ ഇത് 2023 മെയ് 23 തീയതി നടന്ന സംഭവമാണ്. അപ്പോൾ അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം മജിസ്ട്രേറ്റ് നിർബന്ധമായിട്ടും റിമാൻഡ് ചെയ്യും. അപ്പോൾ അയാളുടെ മോനൊക്കെ ജയിലിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ അവർ വലിയൊരു ഗ്രൂപ്പ്, വലിയൊരു വ്യവസായിയാണ് അയാൾ നടത്തുന്ന ആ വ്യവസായത്തിൻ്റെ ഒക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പോരെങ്കിൽ അയാളുടെ മാനേജർ അവരെയൊന്നും കൈവിടാൻ അയാൾ തയ്യാറല്ല. മാനേജർ കടികൊണ്ടു, അതുപോലെ ഡ്രൈവർ കടികൊണ്ടു, ജീവനക്കാരെ മർദ്ദനമേറ്റു. അതൊന്നും വിട്ടുകളയാൻ ഔസേബ് തയ്യാറല്ല. ഔസേബ് അവസാനം നിവൃത്തിയില്ല. അപ്പോൾ ഇവൻ പറയുന്നത് കേൾക്കാതെ മാർഗമില്ല. ഈ PM രതീഷ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ പറയുന്നത് എന്തറിയോ, മറ്റവൻ പറയുന്ന പൈസ അവന് കൊടുക്കണം, സെറ്റിൽ ചെയ്തോണം, ഇല്ലെങ്കിൽ നിന്നെ ഇതുപോലെ ശരിപ്പെടുത്തുമെന്നുള്ളതാണ്, നിൻ്റെ ബിസിനസ് പൊട്ടിക്കും. അപ്പോൾ ഇയാൾ ഔസേബ് വിചാരിച്ചു വേറെ മാർഗമൊന്നുമില്ല. അവസാനം മറ്റവൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ്. അന്നേരം അവൻ പറഞ്ഞു 5 ലക്ഷം രൂപ വേണം. അതിൽ 3 ലക്ഷം രൂപ ഈ രതീഷിന്, PM രതീഷിനും പോലീസുകാർക്കും കൂടെ കൊടുക്കാനുള്ളതാണ്. 2 ലക്ഷം രൂപ എനിക്ക് കിട്ടൂ. എന്നിട്ട് അത് മാത്രമല്ല, എൻ്റെ സഹോദരി ആശുപത്രി ഗുരുതരാവസ്ഥയിൽ കിടക്കുക, ചികിത്സയ്ക്ക് കാശില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ, ഇത് കൊടുക്കണം, എനിക്ക് 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുള്ളൂ. ഇയാൾ അതിൻ്റെ തൊട്ടടുത്ത വീട് അവിടെ വിളിച്ചുകൊണ്ട് വന്നു, ആ സിറ്റ് ഔട്ടിൽ ഇരുത്തി, CCTV ഇത് മുഴുവൻ കാണാം, ഇരുത്തി ഇത് എന്നിട്ട് പണം എണ്ണി കൊടുത്തു. അയാൾ 50,000 വെച്ച് 4 ലക്ഷം രൂപയുടെ കെട്ടുകൾ 8 കെട്ടുകൾ എണ്ണി കൊടുത്തതിന് ശേഷം അയാൾ ചോദിച്ചു ഇത് പോരെ എന്ന് ചോദിച്ചു. അയ്യോ അത് പോരാ, എനിക്ക് 2 ലക്ഷമേ കിട്ടുള്ളൂ. അവന് കാശുണ്ടാക്കാൻ വന്നേക്കാമേ അത്തണ്ടി, എനിക്ക് 2 ലക്ഷം രൂപയെ കിട്ടുള്ളൂ, ബാക്കി പോലീസുകാർക്ക് 3 ലക്ഷം രൂപ കൊടുക്കണം. ശരി, അപ്പോൾ വേറെ മാർഗമില്ലല്ലോ. ഇയാൾ വീണ്ടും 1 ലക്ഷം രൂപയും കൂടെ ഒരു കവറിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ആ വിഷ്വൽ കറക്റ്റാണ്. അവിടുത്തെ CCTV അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലിരുന്നും ഇവൻ കാശെണ്ണി വാങ്ങിക്കുന്നതിൻ്റെ ഇതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ ശരി പണം എണ്ണി കൊടുത്തു, കാറിനകത്ത് കയറി, അവൻ പണം എടുത്ത് കാറിനകത്ത് വെച്ചു, നേരെ വന്നു ഈ SHOയുടെ മുറിയിൽ കയറി പറഞ്ഞു, സാറേ എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല, എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. അതായത് വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞോനാ, ഇവൻ്റെ കുത്തിക്കയറ്റി അതുകൊണ്ട് കൊല്ലാൻ പോയെന്നോ, അവന് കേസില്ല, അവന് പരാതിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം ആലോചിച്ചപ്പോഴാണ് ഔസേബിന് ബാക്കി കാര്യങ്ങൾ വ്യക്തമാകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ജയേഷ് എന്ന് പറയുന്ന ഗ്രേഡ് SI അയാളുടെ പെങ്ങളുടെ മകള് ഇതിന് കുറച്ച് നാൾ മുമ്പ് ആ പെങ്ങളുടെ മകള്, ആ പെണ്ണ് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അത് ഇയാളുടെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് 9,600 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു. അത് ഇവർ കൈയോടെ പിടിച്ചത് പരാതിയായി പോലീസ് സ്റ്റേഷനിലായപ്പോൾ അന്നത്തെ അവിടുത്തെ അന്നത്തെ SHO അത് ഇയാളല്ല പറഞ്ഞു, അത് ഔസേപ്പേട്ട, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജോലി പോകുന്ന കാര്യമാണ്, അദ്ദേഹത്തിനും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മോളല്ലേ, അപ്പോൾ നിങ്ങളതങ്ങ് ക്ഷമിക്കുക, സാരമില്ല, സാധനമൊക്കെ തിരിച്ചു കിട്ടിയല്ലോ, നിങ്ങൾക്ക് സാധനം നഷ്ടം വന്നിട്ട് അതുകൊണ്ട് നിങ്ങളിതങ്ങ് കളയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങ് കളഞ്ഞു. അതിൻ്റെ വൈരാഗ്യമാണ് യവന്മാർ തീർക്കുന്നത്. അപ്പോൾ ഇയാളുടെ കടയെ വെച്ച് ഹോട്ടൽ ജീവനക്കാർ എല്ലാം കൂടെ അവനെ മർദ്ദിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു മഹേഷ് എന്ന് പറയുന്ന പോലീസുകാരൻ അവിടെ വന്ന് പരിശോധിച്ചു, CCTV ദൃശ്യം ഹോട്ടലിൽ നിന്ന് എടുത്ത് നോക്കി, ഒന്നും സംഭവിച്ചില്ല, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാണ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ. തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാണ്, അത് പോട്ടെ, അത് സാരമുള്ളതല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ കാര്യം അങ്ങ് മാറി. യവന്മാരെല്ലാം കൂടെ എണ്ണി വാങ്ങിച്ചാണ് ഈ 3 ലക്ഷം രൂപ ഇവൻ്റെ ഇന്ന്. അപ്പോൾ ഇത് വാങ്ങിച്ച് കാറിനകത്ത് മറ്റോ കൊണ്ടുവച്ചു. ഇവിടെ കയറി പറഞ്ഞു,
അവനങ്ങ് പോകുന്നവരെ അനങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഈ ഔസേഫ് അവിടുത്തെ ACPക്ക് പിറ്റേന്ന് തന്നെ പോയി പരാതി കൊടുത്തു. ഇതുപോലെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഉടനെ ACP വളരെ കാര്യമായിട്ട് പറഞ്ഞു, നമുക്കിത് വേണം, ഇത് വലിയ ഗുരുതരമായ കാര്യമാണ്, ഇതിനങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ്, അവൻ്റെ മൂക്ക് കണ്ടിക്കണം, ഇതെല്ലാം അയാൾ പറഞ്ഞു കേട്ടോ. പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നമുക്ക് ജില്ലാ പോലീസ് മേധാവി ഒന്ന് കാണണം, അങ്കിത് അശോക്. അയാൾ നല്ല നല്ല മനുഷ്യനാണ് കേട്ടോ, വൃത്തിയുള്ള മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, ഇത് കേട്ടിട്ട് പറഞ്ഞു, ഈ തോളെ തട്ടിയിട്ട് ഔസേഫിൻ്റെ അടുത്ത് പറഞ്ഞു, പോട്ടെ, ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടായത്, നല്ല ശരിയായ നടപടി ഇതിന് വരും എന്ന് പറഞ്ഞു. പരാതി ഇങ്ങ് എഴുതി തരാൻ പറഞ്ഞു. ഔസേഫ് അവിടെ ഇരുന്ന് 6 പേജുള്ള പരാതി കൈകൊണ്ട് എഴുതി കൊടുത്തു. ആ പരാതി അതേപോലെ DGPക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ അദ്ദേഹം ഇമെയിലിലും അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അയച്ചു കൊടുത്തു. ഈ പരാതി വാങ്ങിച്ചതിന് ശേഷം നോക്കിയിരുന്നു, ഒരു നടപടിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ PM രതീഷിന് പ്രൊമോഷനോടുകൂടി വേറെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി, അങ്ങോട്ട് പോയി. ഇതാണ് നടന്നേക്കുന്ന കാര്യം. CI ആയിട്ട് പ്രൊമോഷൻ കൊടുത്ത് അങ്ങോട്ട് വിട്ടു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് സംഭവം. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു, ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഈ അടുത്ത സമയത്താണ് ഇത് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കിട്ടിയതിന് ഒരുപാട് ബന്ധപ്പാട്. ആദ്യം അപേക്ഷിച്ചപ്പോൾ കൊടുത്തില്ല, അത് ഡിനേ ചെയ്തു. അന്നേരം പറഞ്ഞത് ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ ഇതിൽ ഉണ്ട് കേട്ടോ, അത് കാരണം കൊടുക്കാൻ ഒക്കത്തില്ല. തീർന്നു. അതിന് അതിന് അപ്പീൽ കൊടുത്തു, അപ്പീലും തള്ളി. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ, മാവോവാദികളുമായിട്ട് ബന്ധപ്പെട്ട മാറ്ററുണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ ഒക്കില്ല. യവന്മാർ പറയുന്ന ന്യായമുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ ഉത്തരവിന് വളരെ വിരുദ്ധമാണ് ഇതൊക്കെ. ഇത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് സുവമോട്ടോ ഇത് നോട്ട് ചെയ്തിട്ട് ഇതിന് കേസെടുക്കേണ്ടതാണ് യവന്മാർക്കെതിരെ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതും കൊടുക്കാതെ ഇരുന്നപ്പോൾ പിന്നെ അപ്പീൽ കൊടുത്തു. അവസാനം വിവരാവകാശ കമ്മീഷണർക്ക്, സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷണർ ആണ് ഓർഡർ കൊടുക്കുന്നത്. അതൊരു 4-5 സിറ്റിങ് കഴിഞ്ഞ്. ഇതാണ് സംഭവം. ഇത് കിട്ടി. അപ്പോൾ എന്താണെന്നറിയോ, ഈ അങ്കിത് അശോക്, അയാളുടെ കീഴിലുണ്ടായിരുന്ന ACP, ഇവരൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ മുഖത്തടിക്കുന്നതും കരണത്തടിക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. ഇവരെ രണ്ടുപേരെ ഉപദ്രവിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, പണം പിടുങ്ങി വാങ്ങിച്ചു കൊടുക്കുകയാണ്. 3 ലക്ഷം രൂപ ചുമ്മാ വന്നു യുവന്മാർക്ക് വാങ്ങിയെടുക്കാനല്ലേ ഇത് ചെയ്തേക്കുന്നത് ഇവനെ കൊണ്ട്. എന്നിട്ട് പറയാ അപ്പോൾ ഈ അങ്കിത് അശോകിന് പരാതി കൊടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് അവൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. ഈ വണ്ടാഴി സ്വദേശിയുടെ പാലക്കാട്. എന്നിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ലെന്ന് കേട്ടോ. എളുപ്പമല്ലേ പറയാൻ, 3 ലക്ഷം 5 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയാനാണ്. അവൻ്റെ അടുത്തുനിന്ന് അതൊന്നും ഇല്ലയെന്ന്, ഒന്നും കിട്ടിയില്ല. അത് ശരി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം ഈ നടപടിക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അങ്ങ് സന്ധി സംഭാഷണങ്ങൾ നടക്കുകയാണ്. ഇതിന് ശേഷം അവിടെ വന്ന ഒരു SHO ഉണ്ട് കേട്ടോ അവിടെ. അയാൾ അജിത്ത്, എനിക്കറിയില്ല ഇവരാരും. അജിത്ത് പറഞ്ഞു, അത് ചേട്ടാ, ഔസേപ്പേട്ടാ, ഇതങ്ങ് കളഞ്ഞൂടെ, നിങ്ങൾ വലിയൊരു ബിസിനസ്സുകാരനല്ലേ, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്തുവാ? 5 ലക്ഷം രൂപ അയാൾ ബിസിനസ് ഉണ്ടാക്കുന്നത് യവന്മാർക്ക് ചെലവിന് കൊടുക്കാനല്ല, അയാളുടെ കുടുംബം നോക്കാനാണ്. യവന്മാർക്ക് അതിൽ എന്തോ കാര്യം? മറ്റവന് പൈസ വാങ്ങിച്ചു കൊടുത്ത് ഒരു തന്നെ വെച്ചിട്ട്. അപ്പോൾ ഇയാൾ ഇതെല്ലാം മുഴുവനെല്ലാം പറഞ്ഞു, ജയേഷ്. അപ്പോൾ യവന്മാരെല്ലാം സർവീസിലൊക്കെ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇതാണ് കാര്യം. ഇത് സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഗുരുതരമായ ഒരു കാര്യം നമുക്ക് കേൾക്കാൻ കിട്ടുമോ? ഒരുത്തനെ ഒരു സ്റ്റൂൾ, അവനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഇവിടെ നിർത്തി കള്ളക്കേസ് അവനെ കൊണ്ട് കൊടുപ്പിച്ച് ഇയാളുടെ മാനേജരെയും അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരെയും എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി നേരെ അവിടെ ഉപദ്രവിച്ചു, മർദ്ദിച്ചു. ഇയാളുടെ മകൻ ഇത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവനെയും കൂടെ പിടിച്ച് ലോക്കപ്പ് ഇട്ടു, ഭീഷണിപ്പെടുത്തി പണം കൊടുത്തോണം, ഇല്ലെങ്കിൽ ഇത് തന്നെ ശരിയാക്കുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ അവൻ്റെ ഇന്ന് പിടിച്ചു പറിച്ചു വാങ്ങിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ റോബറി നടത്തിയത് ആരാണ്? ഈ SHO ആണ്, ഈ പോലീസുകാരും കൂടെ ചേർന്നാണ് നടത്തിയേക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? മുൻ വൈരാഗ്യം. ഗ്രേഡ് ASIയുടെ പെങ്ങളുടെ മകള് നടത്തിയ മോഷണം ഇയാൾ കൈയോടെ പിടിച്ചു. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഇയാളത് ഒന്നും വേണ്ട, നടപടിയൊന്നും വേണ്ടെന്ന് വെച്ചു. 9600 രൂപ മോഷിച്ചുകൊണ്ട് പോയൊരു പെണ്ണ്, ആ പെണ്ണിൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണ് ഇയാളത് വേണ്ടാന്ന് വെച്ചത്. പക്ഷേ അതിന് ഇയാൾക്ക് കിട്ടിയ പ്രതിഫലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് ഇത് വന്നതുകൊണ്ട് ഇതൊന്നും കൊടുക്കണ്ട. എന്നിട്ട് ഒരുപാട് സന്ധ്യ സംഭാഷണങ്ങളാണ്. ഈ പാവ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ
മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. എന്തിനായി ഈ നോക്കൂത്തി കമ്മീഷനായിട്ട് വെച്ചോണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കൂ. അയാൾ പറയുന്നത് 4 സിറ്റിങ് കഴിഞ്ഞപ്പോഴെല്ലാം 2 പേരെ അവിടുത്തെ മെമ്പർമാരെ, ഒരു ഗീത, മറ്റേത് വേറെ ഒരു അനിതയെന്നോ ഏതോ ഒരു ലേഡിയുടെ പേര് പറഞ്ഞു, ഏതായാലും ഇവർക്കൊക്കെ ഈ വിഷ്വൽ കാണിച്ചു കൊടുത്തു. അവരെല്ലാം കണ്ടു. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. അയാൾ ചോദിച്ചു, എന്തിനായി മനുഷ്യാവകാശ കമ്മീഷൻ? ഞാനും ചോദിക്കുക, എന്തിനായി കമ്മീഷൻ? എന്തിനായി ശമ്പളം കൊടുത്ത് ഈ കമ്മീഷനൊക്കെ ഇരുത്തുന്നത്? ഇത് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് പുട്ടടിക്കാനുള്ള ഒരു മെക്കാനിസമായിട്ട് മാറാനാണോ ഈ കമ്മീഷൻ? വെള്ളാന കമ്മീഷനുകൾ, നമ്മുടെ എല്ലാ നികുതി പണം കൊണ്ട് കഴിയുന്ന കമ്മീഷൻ. ഈ കമ്മീഷൻ ഇത്രയും നാൾ ഈ പരാതി കിട്ടിയിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് അതിൽ കിടന്ന് ഉറങ്ങല്ലേ? ഒന്നും നടന്നില്ല. അയാൾ പറഞ്ഞ അയാൾക്ക് ആകെ നീതി കിട്ടിയത് വിവരാവകാശ കമ്മീഷണർ ഈ ഉത്തരവ് കൊടുത്തതാണെന്നാണ്. മിസ്റ്റർ ഔസേഫ്, നിങ്ങൾ ഇവരെ ഒന്നും കണ്ടുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പോലീസ് അട്രോസിറ്റിക്കെതിരെ നടപടിയെടുക്കണം ഹൈക്കോടതിയിൽ. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ നിന്ന് നീതി കിട്ടുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഹരിശങ്കർ വിളിച്ചെന്ന് കേട്ടോ, കൊള്ളാം, നല്ലതാണ്. നമ്മൾ കണ്ട് ഹരിശങ്കറിനെ ഈ കുന്നംകുളം കേസിനകത്ത് നമ്മൾ കണ്ടതാണ്. അതേപോലെ നിങ്ങൾ ഇതിനൊക്കെ വലിയ നടപടി ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ ഫയല് അവിടെ IG ഓഫീസിൽ സൗത്ത് സോണിൽ കിടക്കുകയാണ്. സൗത്ത് സോണിൽ 2023 മെയ് 23 നടന്ന സംഭവമാണ്. പരാതി അവിടെ കിടപ്പുണ്ടെന്ന് കേട്ടോ. ഒരുത്തന്നെ പ്രൊമോഷനും കൊടുത്തവനെ വിട്ടിട്ടുണ്ട്. ഇതേപോലാണ് നടപടി. ഇതുകൊണ്ട് നിങ്ങൾ നേരെ പോയാൽ നടക്കും. ഹരിശങ്കറുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ ചുമ്മാ ഇരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ നിയമ നടപടി മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങളത് ഹൈക്കോടതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യണം, ഇത് കൊടുക്കണം, അതിന് നടപടി എടുപ്പിക്കണം. കഴിയുമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ, നിങ്ങൾ സുപ്രീം കോടതിയിൽ ഇതിനെ സമീപിക്കണം. കാരണം ഈ പോലീസ് അട്രോസിറ്റീസ് നടക്കരുത്, ഇങ്ങനെ നടക്കരുത്. ഈ പോലീസ് വേഷം ധരിച്ച കാക്കിധാരികളുണ്ടല്ലോ, മനുഷ്യനെ എടുത്തിട്ട് അടിക്കാനുള്ള മെഷീനുകളല്ല അവർ. അത് ആദ്യം മനസ്സിലാക്കണം. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കൂ. മുഖ്യമന്ത്രി, ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണൂ ഈ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന്. ഇതൊരു വലിയ വ്യവസായിക്ക് സംഭവിച്ചതാണെങ്കിൽ ഈ നാട്ടിൽ ജീവന് അഷ്ടിക്ക് വകയില്ലാത്തവനടുത്ത് ഇവന്മാരെങ്ങനെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ.